ഗുഡ് ഈവനിങ് എവ്രി വൺ. ലിറ്റററി ലെൻസിൻ്റെ 59ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയൊരു ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നിട്ടുള്ളത് അറഫാനയാണ്. അറഫാന ചൂസ് ചെയ്തിട്ടുള്ള ബുക്ക് മാധവിക്കുട്ടി എഴുതിയ നഷ്ടപ്പെട്ട നീലാംബരി എന്നുള്ള ബുക്കാണ്. അപ്പോൾ ഈ ബുക്കിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അറഫാനനെ സ്വാഗതം ചെയ്യാണ്. അറഫാന. താങ്ക് യു സഫാന. അപ്പോൾ ഗുഡ് ഈവനിങ് ഓൾ. ഞാനിവിടെ പറയാൻ പോകുന്ന ബുക്ക് മാധവിക്കുട്ടീൻ്റെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന് പറയുന്ന ഒരു ബുക്കാണ്. അപ്പോൾ മാധവിക്കുട്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും വളരെ പ്രസിദ്ധമായ അല്ലെങ്കിൽ ഏറെ സുപരിചിതമായ ഒരു സാഹിത്യകാരിയാണ് നമ്മുടെ മാധവിക്കുട്ടി. അപ്പോൾ മാധവിക്കുട്ടിനെ കുറിച്ച് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ അവർ 1934 മാർച്ച് 31 തൃശ്ശൂർ ജില്ലയിലെ പുനിയർകുളത്താണ് ജനിച്ചത്. അവരുടെ എന്താ പറയുക, കുടുംബം പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ബാലാമണി അമ്മയുടെ മകളാണ്. അപ്പോൾ 15ാമത്തെ വയസ്സിൽ അവരെന്തൊക്കെയും കല്യാണം കഴിഞ്ഞു. ഭർത്താവ് മാധവ് ദാസ് ആയിരുന്നു. അപ്പോൾ മാധവ് ദാസ് അവരുടെ ഏറെ ഈ കഥയുമായിട്ട് ഏറെ താല്പര്യമുള്ളത് കണ്ടപ്പോൾ അവരൊന്നുകൂടെ സപ്പോർട്ട് ചെയ്ത് പിന്നെ വളരെ പ്രോത്സാഹിപ്പിച്ച് ഇവർക്ക് എന്താക്കിയും ഒരുപാട് കൂടുതൽ എഴുതാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. 1999 ഇസ്ലാം മതം സ്വീകരിച്ചത്. ധാരാളം അവാർഡുകൾ, അതായത് ഒരുപാട് അവാർഡുകൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. വയലാർ അവാർഡ്, അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, പിന്നെ എഴുത്തച്ഛൻ അവാർഡ്, അങ്ങനെ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കഥയിലോട്ട് വരികയാണെങ്കിൽ നഷ്ടപ്പെട്ട നീലാംബരി. അപ്പോൾ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു നഷ്ടപ്രണയം അല്ലെങ്കിൽ സാക്ഷാത്കരിക്കാൻ പറ്റാതെ പോയ ഒരു പ്രണയത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കഥയിൽ പറയുന്നത്. ഈ ഒരു കഥ നമ്മുടെ കഥയെ ആസ്പദമാക്കിയിട്ട് നമ്മുടെ ലെനിൻ രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മഴ എന്ന് പറഞ്ഞ ഫിലിം വന്നിട്ടുള്ളത്. അത് അഭിനയിച്ചിട്ടുള്ളത് ബിജു മേനോന്, അതുപോലെ തന്നെ നമ്മുടെ സംയുക്ത വർമ്മ, ലാല്, ഇവരൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിലെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് സുഭദ്രാദേവി, ഡോക്ടർ സുഭദ്രാദേവി, പിന്നെ അവരുടെ ഹസ്ബൻഡ് ചന്ദ്രശേഖര മേനോൻ, പിന്നെ രാമാനുജ ശാസ്ത്രികൾ, പിന്നെ ജ്ഞാനാമ്പാൾ എന്ന് പറഞ്ഞു. ഇവരാണ് അതിൽ മെയിനായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ്. അപ്പോൾ ഈ ഒരു കഥ തുടങ്ങുന്നതും സഞ്ചരിക്കുന്നതും നമ്മുടെ ഡോക്ടർ സുഭദ്രാദേവിയിലൂടെയാണ്. അപ്പോൾ അവരെന്ന് പറയുന്നത് കോഴിക്കോട് ഒരു പ്രശസ്തമായൊരു ഡോക്ടറാണ്. അതായത് നമ്മുടെ ഒരു ശസ്ത്ര വിദഗ്ധയാണ് ഡോക്ടർ സുഭദ്രാദേവി. അപ്പോൾ 33 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം സുഭദ്ര തൻ്റെ ഏറെ പ്രിയപ്പെട്ട ഒരു നഗരമായ മധുരയിലേക്ക് പോകുന്നതാണ് ഭർത്താവ് മരിച്ച ശേഷം. അപ്പോൾ ആ ഒരു സമയത്ത് സുഭദ്ര ആലോചിക്കുകയാണ് തൻ്റെ കൗമാരക്കാലം, അതായത് അച്ഛനുമായിട്ട് ഇവർ മധുരയിലേക്ക് വന്ന സമയത്ത് കാര്യങ്ങളെ കുറിച്ചിട്ട്. അച്ഛനെ എന്ന് പറയുന്നത് ഒരു നേത്രരോഗ വിദഗ്ധനായിരുന്നു. അപ്പോൾ അവർക്ക് മധുരയിലേക്ക് വരേണ്ട ആവശ്യം വന്നാൽ അങ്ങനെ സുഭദ്ര അവിടെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടുന്ന് കിട്ടിയ സുഹൃത്തുക്കൾ ഒരു രാമാനുജ ശാസ്ത്രികളുടെ മഠത്തിൽ പോയിട്ട് സംഗീതം പഠിക്കുന്നുണ്ടെന്ന് കേട്ടു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം സുഭദ്രയും കൂടെ പോയി. അപ്പോൾ പോകുന്ന സമയത്ത് അവരുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു ജ്ഞാനം. ആ ജ്ഞാനത്തിൻ്റെ അമ്മാവനാണ് ഈ രാമാനുജ ശാസ്ത്രികൾ എന്ന് പറയുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് അവർക്ക് വളരെയധികം രാമാനുജ ശാസ്ത്രികളോട് ഏറെ, അവരുടെ സംഗീതത്തോട് ഏറെ ഒരു ഇഷ്ടം തോന്നാണ്, അവരുടെ ഒരു താല്പര്യം തോന്നാണ്. അത്രത്തോളം നല്ലൊരു സൗണ്ടും ആ എന്താ പറയുക സംഗീതം പഠിപ്പിക്കുമ്പോഴുള്ള അവരുടെ ഒരു പ്രവൃത്തിയും കണ്ടിട്ട് നമ്മുടെ സുഭദ്രാദേവിക്ക് അവരോടൊരു ഇഷ്ടം തോന്നാണ്. അങ്ങനെ ഇവര് സുഭദ്ര എന്ന് പറയുമ്പോൾ നമ്മുടെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള, അതായത് കുറച്ച് മോഡേൺ ആയിട്ട് വസ്ത്രം ധരിക്കുക, അതുപോലെ തന്നെ ഫുഡിന്റെ കാര്യമെങ്കിലും ചിക്കൻ കഴിക്കാം, മീൻ കഴിക്കാം, അങ്ങനത്തെ ഒരു നല്ല മോഡേൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് കളിയാക്കും, മീൻ കഴിക്കുന്ന, ഇറച്ചി കഴിക്കുന്ന വ്യക്തികളുടെ നാവില് സംഗീതം വരില്ല എന്ന് പറയും. അപ്പോൾ ഈ കളിയാക്കൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സുഭദ്രക്ക് നമ്മുടെ ശാസ്ത്രികളോട് തോന്നിയ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു താല്പര്യം, ഒരു ആരാധന തുടങ്ങിയപ്പോൾ ഇവരെന്താക്കി ആ ഒരു നമ്മുടെ ഇറച്ചി മീനൊക്കെ കഴിക്കുന്നത് എന്താക്കി അല്ലാണ്ട് ഒഴിവാക്കാൻ തുടങ്ങി. എന്നിട്ട് ഒരു സസ്യബുക്കായിട്ടും ജ്ഞാനത്തിനെ പോലെ ഡ്രസ്സ്, അതായത് പട്ടുപാവടയും
ഇതൊക്കെ ധരിക്കാൻ, ധാവണിയൊക്കെ ചുറ്റാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ മകളിൽ വന്ന ഈ ഒരു മാറ്റത്തിന് കാരണം, അതായത് ഇത്രത്തോളം മോഡേൺ ആയിട്ട് നടന്നിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, ഈ ഡ്രസ്സ് ധരിക്കുക, സസ്യബുക്കാവുക. അതായത് ഇവർ വന്ന ടൈമിലൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, സുഭദ്രക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് അങ്ങനെ വെറും നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കാന്ന് പറയുന്നത് ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരാള് പെട്ടെന്ന് ഇങ്ങനെ സസ്യബുക്ക് ആവാന്ന് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മക്കൊക്കെ ഒരു അത്ഭുതമായിരുന്നു. അങ്ങനെ ഇവർക്ക് സംഗീതം, ഈ ഒരു മാറ്റത്തിന് കാരണം എന്ന് പറയുന്നത് എന്താ, ഇവർക്ക് സംഗീതം പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്രികളോട് തോന്നിയൊരു ആരാധന, അല്ലെങ്കിൽ അവരോട് തോന്നിയൊരു താല്പര്യം, ആ താല്പര്യം പിന്നീട് എന്തായി മാറി, പ്രണയമായിട്ട് മാറി. അപ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛന് ഒരു ദിവസം, സുഭദ്രയുടെ അച്ഛൻ എന്താക്കി, ശാസ്ത്രികളെ കാണാനിടയായി. ശാസ്ത്രികളെ കണ്ടപ്പോൾ അച്ഛനക്കൊരു അത്ഭുതമായി. കാരണം ഇത്രയും ഒരു ചെറിയ, അതായത് ഒരു യുവാവിൻ്റെ അടുത്താണ് തങ്ങളുടെ മകള് സംഗീതം പഠിക്കാൻ വരുന്നത് എന്ന് അറിഞ്ഞപ്പോൾ അച്ഛനക്ക് ഒരു തൻ്റെ മകളുടെ വന്ന ആ മാറ്റങ്ങൾക്കൊക്കെ കാരണം ഇതാവാം എന്നൊക്കെ ചിന്തിച്ചിട്ട് അവരെന്താക്കി, ഒരു ഷോക്കായ പോലെ. കാരണം അവരറിയുന്നില്ല എന്ത്, ഇത്ര ഒരു ചെറിയൊരു അല്ലെങ്കിൽ ഒരു യുവാവാണ് മകളെ സംഗീതം പഠിപ്പിക്കുന്നതെന്ന് ഇവരറിയുന്നില്ല. ഇതൊക്കെ നമുക്ക് ആ ഫിലിം കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫിലിമിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ പുസ്തകം വായിച്ചൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ദിവസം ശാസ്ത്രികൾ കുളിക്കാൻ പോകുന്ന ഒരു കുളമുണ്ട്. ആ കുളത്തിൽ ഞാനും സുഭദ്രയും കൂടിയിട്ട് കുളിക്കാൻ പോകുന്നുണ്ട്. അത് സുഭദ്രക്ക് നീന്തലൊന്നും അറിയില്ല, എന്നാലും പോയി. അപ്പോൾ പോയ ടൈമിൽ ഇവർ കുളത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് എന്തായി, പെട്ടെന്നായിട്ട് മുങ്ങിപ്പോയി. അപ്പോൾ ഞാനും സൗണ്ട് ഒച്ച വെച്ച് ആൾക്കാരെ വിളിക്കാൻ തോന്നിയപ്പോൾ ഫസ്റ്റ് വന്നത് ആരാണ്, ശാസ്ത്രികളാണ്. ശാസ്ത്രികൾ വന്ന് രക്ഷിച്ച്. അപ്പൊ ആ ഒരു കാരണങ്ങളൊക്കെ, അങ്ങനെ ഒരുപാട് കാരണങ്ങളിൽ കൂടെ സുഭദ്രക്ക് എന്തായി, ഇവരുമായിട്ടുള്ള ഒരു അടുപ്പം കൂടി. തങ്ങൾക്ക് ഏറ്റവും ഒരു എന്താ പറയാ, വല്ലാത്തൊരു അട്രാക്ഷന് അയാളോട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ ഒരു പ്രണയം അത് ശാസ്ത്രികൾക്കും തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അവർ ഇടയ്ക്ക് പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സംസാരത്തിലാണെങ്കിലും സംഗീതം പഠിപ്പിക്കുന്ന ഒരു സമയത്താണെങ്കിലും ഈ ഒരു പ്രണയം അവർക്ക് എന്താണ് അങ്ങനെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇത് കാണുന്ന ഇവർ രണ്ടുപേരുടെ പ്രണയം കാണുന്ന ഒരു വ്യക്തിയാണ് ആര്, ജ്ഞാനം. അത് ജ്ഞാനത്തിന്റെ ഒരു അസുരണ്ട്. കാരണം ജ്ഞാനത്തിന്റെ ആരാണ്, അമ്മാവനാണ്. എന്ത് കല്യാണം ഉറപ്പിക്കുക അങ്ങനത്തെ, അതായത് ജ്ഞാനത്തിന് ഭയങ്കര ഇഷ്ടമാണ് രാമാനുജ ശാസ്ത്രികളെ. അപ്പൊ ഇവരുടെ ഈ ഒരു റിലേഷൻ കാണുമ്പോൾ ജ്ഞാനത്തിന് ഭയങ്കര അസൂയൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ഇവരുടെ പ്രണയം മുന്നോട്ട് പോകുന്ന സമയത്താണ് അച്ഛൻ എന്താക്കി, സുഭദ്രയെ അതായത് പഠനത്തിന്റെ ആവശ്യത്തിനായിട്ട് മദ്രാസിലേക്ക് പറഞ്ഞിരുന്നത്. പിന്നെ മദ്രാസിലേക്ക് പോയി. അപ്പോൾ പിന്നെ കുറെ കഴിഞ്ഞിട്ട് സുഭദ്രയുടെ കല്യാണം കഴിയുന്നുണ്ട്. കല്യാണം കഴിക്കുന്ന വ്യക്തി ചന്ദ്രശേഖര മേനോൻ, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അവര് കല്യാണം കഴിച്ചു. ആ ഒരു സമയത്ത് തന്നെ ജ്ഞാനത്തിൻ്റെ രാമാനുജ ശാസ്ത്രികളുടെ കല്യാണം കഴിഞ്ഞുണ്ട്. അങ്ങനെ കല്യാണം കഴിച്ച് പിന്നെ സുഭദ്ര കോഴിക്കോടേക്ക് വന്നു. അവിടെ വന്ന് സെറ്റിലായി. അങ്ങനെ നിൽക്കുന്ന സമയത്തും നമ്മുടെ സുഭദ്രയുടെ ഹസ്ബൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സുഭദ്രനെ. സുഭദ്രയുടെ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് ചെയ്തു കൊടുക്കുക, അതായത് സുഭദ്രയുടെ നല്ല കെയർ ചെയ്യുക, എല്ലാതും ചെയ്തു കൊടുക്കുക, അത്രത്തോളം ഇഷ്ടമായിരുന്നു. സുഭദ്രയിലെ ഓരോ മാറ്റങ്ങളും എന്താക്കുന്നുണ്ട്, നമ്മുടെ ചന്ദ്രശേഖര മേനോൻ നോക്കുന്നുണ്ട്. അതിനിടയ്ക്ക് പറയും എന്ത്, ഇടയ്ക്ക് സുഭദ്ര മധുരയെ കുറിച്ച് ഇങ്ങനെ പറയും. അപ്പൊ ആ മധുരയെ കുറിച്ച് പറയുന്ന സമയത്ത് ഇയാൾ പറയും, സുഭദ്ര താൻ വേറൊരു വ്യക്തിയായി മാറുന്നുണ്ട്. അതായത് മധുരയെ കുറിച്ച് പറയുമ്പോൾ സുഭദ്ര നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് പറയുന്നത്. അപ്പൊ അതിങ്ങനെ കേട്ടപ്പോൾ സുഭദ്ര തന്നെ ചിരിച്ചിട്ട് പോവാണ് ചെയ്യാം. അതിന് പോകുന്ന സമയത്ത് പിന്നെ ആൾക്ക് എന്തായി, ഇവരുടെ ഇടയിൽ അതായത് ഇടയ്ക്ക് ഇങ്ങനെ രാമാനുജ ശാസ്ത്രികളെ കുറിച്ച് പറയാറുണ്ട്. അതായത് തന്നെ ഒരു ബ്രാഹ്മണ യുവാവ് സംഗീതം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ ഇടയ്ക്കൊക്കെ പറയും. അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ഇങ്ങനെ പാട്ടൊക്കെ പാടും ആൾ. അപ്പോൾ നമ്മുടെ ചന്ദ്രശേഖര മേനോൻ വല്ലാണ്ട് ഇങ്ങനെ കേട്ടിട്ടില്ല. അപ്പോൾ ഇവരുടെ പേഷ്യൻ്റ്, അതായത് അവരുടെ പേഷ്യൻസിനൊക്കെ കെയർ ചെയ്യുന്ന ടൈമിലൊക്കെ ഇവർ നല്ലോണം കേൾക്കും. അതുപോലെ പറയും എന്താ, സുഭദ്ര നല്ല പാട്ട് പാടും എന്നൊക്കെ. പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചന്ദ്രശേഖര മേനോർക്ക് കുറച്ചൊരു പൊസസീവ്നെസ്, അതായത് കുറച്ച് ഇവരുടെ രോഗികളായിട്ടാണ് കൂടുതൽ അടുപ്പം, തന്നെ നോക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു ആൾക്ക് വല്ലാത്തൊരു എന്താ പറയുക രോഗം പോലെ തന്നെ വരാം.
ഇവിടെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വിളിച്ചാൽ പറയും സുഭദ്ര ഇവിടെ ഇല്ല, അമ്മൻ്റെ വീട്ടിലാണ്, ഇപ്പൊ വിളിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ. അതായത് ഭയങ്കര ഇതാവും. ഒരു ഹസ്ബൻഡ് അവർക്ക് ഒരു അസൂയ പേഷ്യൻസിനോടൊക്കെ തോന്നാം. എന്ത് തനിക്ക് രോഗികളെ മാത്രമല്ലേ വേണ്ടുള്ളൂ, അതായത് രോഗികളെ മാത്രമേ ചികിത്സിക്കുക, തൻ്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ പോകുന്ന സമയത്തും അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴും പുറത്തുനിന്ന് കാണുന്നവർക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം പോകുന്നു വിചാരിക്കും. പക്ഷെ ഇവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ആ ഫിലിം കാണുമ്പോൾ മനസ്സിലാവും. അതായത് ഇവർ തമ്മിൽ ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ലാലിടയ്ക്ക് നല്ല ചീത്തൊക്കെ പറയും. ഒരു ദിവസം ലാലിനെ അറിയണില്ല ആ സിനിമയിൽ. എന്ത് നമ്മുടെ സംയുക്ത വർമ്മക്ക് പാട്ട് പാടാന് ഇടയ്ക്ക് പാടും, പക്ഷെ വല്ലാണ്ട് അറിയില്ല. അപ്പോൾ ഒരു ദിവസം ഡയറി, അവരുടെ കുറച്ച് ഡയറി കിട്ടും. അതിൽ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നൊക്കെ. അങ്ങനെ അതിന് കുറേ പ്രശ്നമൊക്കെ ഉണ്ടാവും. പിന്നെ ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇവരുടെ ഹസ്ബൻഡിന് അസുഖം വരും. 2-3 പ്രാവശ്യത്തിന് വന്ന് വൊമിറ്റ് ചെയ്ത് ബ്ലഡൊക്കെ വരും. അപ്പോൾ അതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ അറിയാം മദ്യപിക്കരുത്, അത് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. പിന്നീടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്താവും, കുറച്ച് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അപ്പോൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ സുഭദ്ര നല്ല കെയറൊക്കെ കൊടുത്ത്, ഒരു ഭാര്യ എന്നുള്ള ഇതിൽ ഭയങ്കര കെയറൊക്കെ കൊടുത്ത് നല്ലോണം നോക്കിയിട്ടും ഒക്കെ ചെയ്യാറുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവരുടെ അത്രത്തോളം സ്നേഹത്തിൽ നിന്നിട്ട് നല്ല എന്താ പറയുക, നല്ലോണം കെയർ ചെയ്യുക. അതായത് എത്രത്തോളം അവരെ കെയർ ചെയ്യാൻ പറ്റുമോ ആ രോഗത്തിൽ നിന്ന് ഇവർ മാറി വരണം, തൻ്റെ ജീവിതത്തിലേക്ക് വരണം എന്നുള്ളൊരു ലെവലിക്ക് സുഭദ്ര ഉണ്ടാക്കും. വല്ലാതെ കെയറൊക്കെ കൊടുത്ത് അവരെ അത്രത്തോളം സ്നേഹിച്ചിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഹസ്ബൻഡ് കുറച്ച് കഴിയുമ്പോൾ മരിക്കുകയാണ്. അങ്ങനെ മരണശേഷം പിന്നീട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു 33 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ഹസ്ബൻഡിൻ്റെ മരണശേഷമാണ് സുഭദ്ര എടുക്കുന്നത് മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് വരുന്നത്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അതായത് തൻ്റെ ജീവിതത്തിൽ അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അവരുടെ കൗമാരക്കാലം. അപ്പോൾ ആ ഒരു സമയത്തെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി അവരുടെ മനസ്സിൽ എന്നും പോവാതിരിക്കുന്ന ആ ഒരു വ്യക്തിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട്, അവരുടെ ആ നീലാംബരി രാഗം കേൾക്കാൻ വേണ്ടിയിട്ട് ഇവരെന്താക്കാറുണ്ട്, വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന വരാണ് വന്ന് മധുരയിലെത്തി ഹോട്ടലിലൊക്കെ റൂം എടുത്ത് അങ്ങനെ പോവായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ രാമാനുജ ശാസ്ത്രികളുടെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകുന്ന വഴി ഭയങ്കര കാട് പിടിച്ച് ഒരാൾക്ക് നടക്കാൻ പറ്റുന്ന ഒരു പാകത്തിലുള്ള ഒരു വഴിയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സുഭദ്ര അതിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വ്യക്തിയുടെ എണീറ്റ് വരാണ്, നിറച്ച് ഒരു അവശയായിട്ടുള്ള ഒരു വൃദ്ധ. അപ്പോൾ ആ വൃദ്ധനെ പെട്ടെന്നാണ്ട് കണ്ടപ്പോൾ മനസ്സിലായില്ല ആരാണ്. പിന്നെ ശരിക്കും നോക്കിയപ്പോൾ മനസ്സിലായത് തൻ്റെ സുഹൃത്ത് ഞാനാണെന്ന് മനസ്സിലായി. അപ്പോൾ അത്രത്തോളം ജ്ഞാനത്തിൻ്റെ അത്രത്തോളം ഒരു അവശയായിട്ടൊരു ഭ്രാന്തി എന്നുള്ള ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ജ്ഞാനത്തിനോട് അങ്ങനെ സംസാരിക്കുമായിരുന്നു, സുഹൃത്തുക്കളല്ലേ. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ അങ്ങനെ പറയുന്നുണ്ട്, ഹസ്ബൻഡ് മരിച്ച് കുറച്ച് മാസങ്ങളായി, ഞാൻ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് സുഹൃത്തുക്കളായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് അപ്പോഴാണ് ഞാനും പറയുന്നത് ശാസ്ത്രികൾ മരിച്ചു പോയിന്ന്. അപ്പോൾ ശാസ്ത്രികൾ മരിച്ചു കാരണം സുഭദ്ര വന്നത് ശാസ്ത്രികളെ കാണാൻ വേണ്ടിയിട്ടാണ്. ശാസ്ത്രികളുടെ ആ ഒരു എന്താ പറയുക, സംഗീതം അല്ലെങ്കിൽ അവരുടെ ആ സംഗീത പാട്ട് കേൾക്കാൻ, നീലാംബരി രാഗം കേൾക്കുക എന്നൊക്കെയുള്ളൊരു ആഗ്രഹം, ഒരു നോക്ക് കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട് വന്ന ഇത് കേട്ടപ്പോൾ ആൾക്ക് എന്തായി, ഭയങ്കര ഷോക്കായി. എന്താ പറയേണ്ടതെന്നൊക്കെ ഒന്ന് അറിയായിട്ട് ആൾക്ക് നല്ല എന്താ പറയുക, വളരെ ദുഃഖിതയായിട്ട് അവരവിടുന്ന് പോവാണ് തിരിച്ച് ഹോട്ടലിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുക. താൻ അത്രത്തോളം ആഗ്രഹിച്ച് വന്നിട്ടും തനിക്ക് വിധിയില്ല, അല്ലെങ്കിൽ തനിക്ക് ആ ഒരു ഭാഗ്യം കൂടെ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഇതിൽ അവരിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം റൂമിലൊക്കെ ഇരുന്ന് പിന്നെ അങ്ങനെ ചിന്തിച്ചു, ഇന്ന് തന്നെ നാട്ടിലേക്ക് പോകണം എന്നൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വസ്ത്രമൊക്കെ മാറി ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ കുറച്ച് നേരം ഇരിക്കാന്നൊക്കെ ഉള്ളൊരു ഇതായിട്ട് അവർ പോയപ്പോൾ അങ്ങനെ
ദൈവത്തോട് പ്രാർത്ഥിക്കായിരുന്നു. കാരണം അത്രത്തോളം സങ്കടം, ഹസ്ബൻഡ് മരിച്ചതും പിന്നെ ഇവിടെ വന്നിട്ട് ശാസ്ത്രികൾ മരിച്ച് എന്നുള്ളതൊക്കെ കേട്ടപ്പോൾ അവൾക്ക് അത്രത്തോളം സങ്കടമായിട്ട് എന്തൊക്കെയാണ് വന്ന് ദൈവത്തോട് തൻ്റെ സങ്കടം പൊട്ടിക്കരയാണ് അവിടെ നിന്നിട്ട്. ഈ സമയത്താണ് അവർക്ക് ഏറെ പരിചിതമാണ്, അല്ലെങ്കിൽ തനിക്ക് അത്രത്തോളം ഇഷ്ടമുള്ളൊരു വ്യക്തിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്നത്. സുഭദ്ര താൻ എപ്പോഴും വന്നു. അപ്പോൾ ആ ഒരു ഇത് കേട്ടപ്പോൾ അവർക്ക് സ്വപ്നമായിട്ടാണ് ഫസ്റ്റ് തോന്നിയത്. അത് പിന്നെയാണ് തിരിച്ചറിഞ്ഞത് ശാസ്ത്രികളാണ്. അത് ശാസ്ത്രികളായിട്ട് സംസാരിക്കുന്ന സമയത്താണ് മനസ്സിലായത് നമ്മുടെ ജ്ഞാനത്തിന് ഭ്രാന്താണ്. അത് നമുക്ക് ആ മഴ എന്ന് പറഞ്ഞൊരു ആ ഫിലിമിൽ പറയുന്നുണ്ട്. ബിജുമേനോനാണ് ശാസ്ത്രികൾ. ബിജുമേനോൻ പറയുന്നുണ്ട് ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇവർ കല്യാണം കഴിയുന്ന സമയത്ത് എന്തായി, നമ്മുടെ ജ്ഞാനത്തിനോട് ബിജുമേനോൻ പറയാണ് എന്ത് ഇവർ തമ്മിലുള്ളൊരു ഇഷ്ടമായിരുന്നു. അത് കേട്ടപ്പോഴാണ് ഇവർക്ക് ഒരു വല്ലാത്തൊരു ദേഷ്യം അല്ലെങ്കിൽ ഒരു വെറുപ്പൊക്കെ, ശാസ്ത്രികളോട് തന്നെ ഒരു വെറുപ്പും അവരുടെ തീരെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ ആയിട്ടും അങ്ങനെ കുറേ ഓരോന്നിടത്ത് വലിച്ചെറിയുക, അവരുടെ തീരെ മിണ്ടാതിരിക്കുക. അതിൽ പറയുന്നുണ്ട് അവരുടെ 2 വയസ്സായ മകളെ വരെ മകളുടെ മരണത്തിന് കാരണം തലക്കേറ്റ ക്ഷതമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത്രത്തോളം ചെയ്തപ്പോൾ ഇവർക്ക് നല്ല ഭ്രാന്തായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ശാസ്ത്രികൾ അത്രത്തോളം ഇഷ്ടമായിരുന്നു ജ്ഞാനത്തിന്. അതിൽ ഇടയ്ക്ക് സമയത്ത് നോക്കുമ്പോഴൊക്കെ പറയും, ഫസ്റ്റ് തന്നെ പറയും, സമയത്ത് തന്നെ നോക്കുന്ന ടൈമിൽ പറയും ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ അവർക്ക് അത്രത്തോളം ഇഷ്ടമായിരുന്നു ആരാണ്, ഞങ്ങളുടെ ശാസ്ത്രികളെ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ പോവായിരുന്നു. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സുഭദ്ര എന്താക്കും, ഹോട്ടലിലേക്ക്, അതായത് ഇങ്ങനെ എല്ലാവരും നോക്കുന്ന കണ്ടപ്പോൾ സുഭദ്ര പറയും ഹോട്ടലിലേക്ക് വരും. അപ്പോൾ തന്നെ ശാസ്ത്രികൾ പറയാണ് നമ്മൾ 2 വ്യത്യസ്തമായ കർമ്മമണ്ഡലങ്ങളിൽ വഴി പിരിഞ്ഞവരാണ്. അപ്പോൾ ആ ഒരു വ്യക്തികൾ എന്ന നിലയ്ക്ക് ഇനി ഒരിക്കലും ഒരുമിക്കാൻ പറ്റില്ല. അപ്പോൾ ശാസ്ത്രികൾക്ക് എന്താണ്, ഇനി അവർ തമ്മിലൊരു ബന്ധം അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു ബന്ധം ഇനി വേണ്ടാന്നാണ് ഒരു ഇത്. പക്ഷേ സുഭദ്രക്കൊന്ന് അവരുടെ ഒന്ന് സംസാരിച്ച് അല്ലെങ്കിൽ അവരുടെ ആ ഒരു നല്ല നിമിഷം കിട്ടണം എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ ശാസ്ത്രികൾ പറയുന്നുണ്ട് ഇനി താൻ എന്നെ കാണാൻ വന്ന് ഞാൻ അറിഞ്ഞാൽ അവർക്ക് ഒന്നും കൂടെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫിലിമിൽ ലാസ്റ്റ് തന്നെ പറയുന്നുണ്ട് എന്നാൽ എനിക്ക് ആ നീലാംബരി രാഗം ഒന്ന് പാടിത്തരുമോയെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവരിങ്ങനെ കുറച്ച് അപ്പുറത്ത് പോയി നിന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. പക്ഷെ അത് ആലോചന മാത്രമേ ഉള്ളൂ, ഇവർ പാടുന്നില്ല. അപ്പോൾ പിന്നെ അതിലിങ്ങനെ കാണിക്കുക, ആ പാട്ട് ഇങ്ങനെ പാടുന്ന സമയത്ത് അവിടെ അങ്ങനെ ഒരു ഇത് കാണിക്കുന്നുണ്ട്, ഒരു കടലാസ് ഇങ്ങനെ പാറിപ്പോകുന്നത്. അപ്പോൾ ഇവരെന്താക്കും, അത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവും. അപ്പോൾ പോയിട്ട് അങ്ങനെ നോക്കുന്ന ടൈമിലുണ്ട് തുറന്നു നോക്കിയിട്ടില്ല കേട്ടോ കടലാസിൽ എന്താ എഴുതിയിട്ടുള്ളതെന്ന്. അത് നോക്കുന്ന സമയത്ത് അവർ പാടുന്നില്ല. അപ്പോഴാണ് ഇത് തുറന്നു നോക്കിയാൽ മനസ്സിലാകുന്നുണ്ട് ഇവർക്ക് ക്യാൻസർ ആണ്, തൊണ്ടയിൽ ക്യാൻസർ വന്നിട്ട് അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ആ ഒരു ഇതും, അതായത് നീലാംബരാഗം കേൾക്കാൻ പറ്റിയിട്ടില്ല, എന്താ പറയുക, മൊത്തത്തിലൊരു നഷ്ടമാണ് ആൾക്ക്. മൊത്തത്തിൽ തന്നെ ഒരു സങ്കടമേറിയ ഒരു ഇതായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ ഇത്രത്തോളാണ് ഈ കഥ. അതായത് ഇതൊരു ചെറിയൊരു കഥയാണ്. ആ നീലാംബരി രാഗം, നഷ്ടപ്പെട്ട നീലാംബരി എന്ന് പറയുന്ന ആ ഒരു ബുക്കിൽ കുറേ കഥകളുണ്ട്. അതിലൊരു ചെറിയൊരു കഥയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ കഥ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം, മീൻസ് നമുക്ക് ഇങ്ങനത്തെ ഒരു കഥ വായിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇഷ്ടമല്ലോ തോന്നാം. അപ്പോൾ അതിൽ പറയുന്ന ഒരു നഷ്ടപ്രണയമുണ്ട്, അതുപോലെ തന്നെ ഒരു സാക്ഷാത്കരിച്ച ഒരു പ്രണയമുണ്ട്. അവിടെ ഒരു നഷ്ടപ്രണയം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവർ 2 പേരും തമ്മിൽ എന്തായില്ല, ഒന്നിച്ചു പോയില്ല. പക്ഷെ അത്രത്തോളം ഇഷ്ടപ്പെട്ട ജ്ഞാനത്തിൻ്റെ പ്രണയം അവിടെ എന്താവുന്നുണ്ട്, നേടിയെടുക്കുന്നുണ്ട്. പക്ഷെ ആ നേടിയെടുത്ത പ്രണയവും ജ്ഞാനം പിന്നെ എന്താവുന്നുണ്ട്, ഒരു ഭ്രാന്തിയായിട്ട് മാറാ ചെയ്യുന്നത്. അപ്പോൾ ഇത്രത്തോളമാണ് ഈ കഥയിൽ വരുന്നത്. ഈ ഒരു കഥ അതേപോലെ തന്നെയാണ് നമുക്ക് ആ മഴ എന്ന് പറഞ്ഞ ആ ഫിലിം കാണാൻ പറ്റും. അതിൽ നമുക്ക് ബിജുമേനോൻ്റെ സമയത്തിൻ്റെ ഒക്കെ പ്രണയം നല്ല രീതിക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ശേഷം നമ്മുടെ ലാലിനായിട്ടുള്ള സീൻ കാണുമ്പോൾ
അവർക്കാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു ഇതാണ്. അതായത് എത്രത്തോളം സ്നേഹിക്കണം എന്ന് വിചാരിക്കും, പക്ഷെ അതുകൊണ്ട് ഈ ഒരു പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നിട്ട് അവർക്ക് അതുകൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, താൻ ആരുടെയെങ്കിലും കാമുകിയായിരുന്നു എന്ന് ചോദിക്കും പണ്ട്. ഞാൻ പറയും, എന്ത് ഞാൻ കല്യാണം കഴിക്കുന്നവരെ കന്യകയായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ എന്താ പറയുക, അവരുടെ ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഭാര്യ ഭർത്താവ് എന്നൊരു റിലേഷൻ അവർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ശാസ്ത്രികളോടുള്ള അഗാധമായൊരു പ്രണയമാണ്. അപ്പോൾ ഇത്രത്തോളമാണ് ഈ കഥയിൽ വരുന്നത്. പിന്നെ വേറെ പറയുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഇത് വായിച്ചു നോക്കാം. കാരണം നമുക്ക് മീൻസ് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും ഒരു നഷ്ടപ്രണയത്തിൻ്റെ ഒരു കഥ. അപ്പോൾ എന്താക്കുക, അല്ലെങ്കിൽ ആ ഫിലിം ഒന്ന് കണ്ടുനോക്കാം. ഫിലിം കണ്ടാലും നമുക്ക് എന്താക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും ഒരു നഷ്ടപ്രണയം, അല്ലെങ്കിൽ നമുക്ക് കിട്ടാതെ പോയൊരു പ്രണയം, ഒരു സങ്കടകരമായിട്ട് നമുക്ക് തോന്നും. ഇവരൊന്ന് ഒന്നിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നും. അത്രത്തോളം അവരുടെ ഒരു, കാരണം രണ്ടു പേർക്കും ഇഷ്ടമായിരുന്നു. അപ്പൊ അച്ഛൻക്ക് എന്താണ് ഇവരെ പറ്റില്ല, കാരണം അവരത്രയും ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ഒരു ആൾക്കാർക്ക് ഈ സംഗീതം പഠിക്കുന്ന ഈ ബ്രാഹ്മണ യുവാവിനെ കെട്ടിച്ചു കൊടുക്കാൻ അങ്ങനെ ഇഷ്ടമുണ്ടാകുന്നില്ല. അപ്പൊ എന്താണ് അച്ഛനെന്തൊക്കെയാണ് വേഗം മാറി വേറെ പഠിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് മാറ്റാണ്. അപ്പൊ അതില് ജ്ഞാനത്തിന്റെ അച്ഛനാണ് നമ്മുടെ ജഗതി. അപ്പൊ ജഗതി പറയുന്നുണ്ട്, ചെറുപ്പം മുതലേ ഞങ്ങള് ജ്ഞാനത്തിനോട് പറഞ്ഞ് ഇഷ്ടം വരുത്തിച്ചിട്ടുള്ളതാണ് എൻ്റെ കുട്ടിനെ വല്ല ആത്മഹത്യക്ക് ഇതാക്കരുത് എന്ന് പറയും. അപ്പോൾ ജ്ഞാനത്തിന്റെ അച്ഛൻ പറയുന്നുണ്ട്, എന്നാൽ വേഗം കെട്ടിച്ചു കൊടുക്കി, എനിക്ക് എൻ്റെ മകളെ രക്ഷിക്കാമെന്ന്. അങ്ങനെയാണ് ഇവരുടെ ഒരു കല്യാണം കഴിയുന്നത്. അപ്പോൾ അതിൽ കൂടെ ഇതുണ്ടെന്ന് വെച്ചാൽ ഒരു നഷ്ടപ്രണയുണ്ട്, ഒരു സാക്ഷാത്കരിച്ച ഒരു പ്രണയമുണ്ട്. അത്രത്തോളമാണ് ഈ കഥ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും പറ്റുകയാണെങ്കിൽ, ചെറിയ കഥയാണ്, അപ്പോൾ പറ്റുകയാണെങ്കിൽ എന്താക്കുക, ഒന്ന് വായിക്കുക, അല്ലെങ്കിൽ ആ ഫിലിം ഒന്ന് കണ്ടുനോക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു അർഫാന. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. നമുക്ക് കേട്ടിരിക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ ആ ഒരു കുറച്ചൊക്കെ ഇമോഷണൽ ആക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി ആയി തോന്നി. പിന്നെ ഇതിലുള്ള ഓരോ ക്യാരക്ടേഴ്സിന്റെയും ഇമോഷൻസ് നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് അർഫാന പറഞ്ഞു തന്നു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. പിന്നെ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഹുസ്നനെ ക്ഷണിക്കുകയാണ്. ഗുഡ് ഈവനിങ് ഓൾ. എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന ഒരു ബുക്കിലെ ചെറുകഥയാണ് നമ്മളിപ്പോൾ ഇവിടെ കേട്ടത്. അപ്പൊ നമുക്കറിയാം, എക്കാലത്തും സ്ത്രീത്വത്തിന്റെ എല്ലാ വശങ്ങളും വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് മാധവിക്കുട്ടി. അപ്പോൾ അവരുടെ വളരെ വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു പുസ്തകം വളരെ നല്ല രീതിയിൽ തന്നെ അർഫാന പ്രസന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു അർഫാന. അടുത്തതായിട്ട് ഫീഡ്ബാക്ക് പറയാൻ സാജിദാനെ ക്ഷണിക്കുന്നു. ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാൻ താല്പര്യമുള്ളവരുണ്ടോ? അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു അർഫാന. വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു.